ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ വടയുടേതാണ്. സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ വടയായത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് മുന്നേ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഒരു 300 ഗ്രാം ചിക്കൻ ഇട്ടിട്ടുണ്ട്. ചിക്കൻ എടുക്കുമ്പോൾ എല്ലില്ലാത്ത പീസ് തന്നെ എടുക്കാൻ വേണ്ടി നോക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു കൈപ്പിടി നിറയെ മല്ലി ചപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ ഉള്ളി പീസാക്കിയിട്ടത്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടുന്നത് പച്ചമുളകാണ്. അപ്പോൾ നിങ്ങളുടെ എരിവിന് ആവശ്യമായ പച്ചമുളക് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് വേണ്ടുന്നത് ഉപ്പാണ്. അപ്പോൾ ഇതിലേക്ക് എത്രയാണോ ഉപ്പ് വേണ്ടത് അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സിയിലൊന്ന് അടിച്ചിട്ടെടുത്ത് വരാം. അപ്പോൾ ഇതാ കണ്ടില്ലേ, നന്നായിട്ട് തന്നെ അരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് എല്ലാം കൂടി നല്ലോണം ഒന്ന് കുഴച്ചിട്ടെടുക്കുക. കാര്യം ഉപ്പ് മുകളിലിട്ടുകൊണ്ട് തന്നെ മുകളിലായിട്ടാണ് ഉപ്പ് ഉണ്ടാവുക. അപ്പോൾ എല്ലാം കൂടി മൊത്തത്തിലൊന്ന് ഇളക്കിയിട്ട് ഉപ്പെല്ലാം ഒന്ന് യോജിപ്പിച്ചിട്ടെടുക്കുക. പിന്നെ ഈ ടൈമിൽ ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് ബ്രെഡ് ക്രംസും കൂടി ഇട്ടിട്ടൊന്ന് കുഴച്ചിട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കട്ടിയാവാൻ വേണ്ടി എത്രയാണോ ബ്രെഡ് ക്രംസ് വേണ്ടത് അത്ര ഇട്ടിട്ടൊന്ന് കുഴച്ചിട്ടെടുക്കുക. അപ്പോൾ ഞാൻ കണ്ടില്ലേ, ഞാൻ നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിന്. ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് ഓരോരോ ബോൾസ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയിട്ട് നമുക്കൊരു വടേൻ്റെ ഷേപ്പിലാക്കി കൊടുക്കാം. അപ്പോൾ മൊത്തത്തിൽ ഞാൻ അതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വേണ്ടുന്നത് ഒരു മുട്ടയാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു മുട്ട ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ബ്രെഡ് ക്രംസും കൂടി വേണം. ഇനിയിപ്പോൾ മുട്ടയുടെ ഡിപ്പ് ചെയ്ത് ബ്രെഡ് ക്രംസിലും കൂടി ഡിപ്പ് ചെയ്തിട്ടെടുക്കലാണ്. അപ്പോൾ ഞാൻ മൊത്തത്തിൽ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ചൂടായ എണ്ണയിലിട്ടിട്ട് പൊരിച്ചിട്ടെടുക്കാം. അപ്പോൾ ചൂടായ എണ്ണയിലിടുമ്പം ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം പൊരിച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനത് കുറച്ച് തീ അധികമായി പോയതുകൊണ്ട് തന്നെ അങ്ങ് വല്ലാണ്ട് പുറം ഭാഗം കറുത്തു പോയി. പിന്നെ ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റിലൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കണം. നമ്മൾ സാധാരണ സ്നാക്സ് എടുക്കുന്ന പോലെ പെട്ടെന്ന് അങ്ങ് കുക്ക് ചെയ്തിട്ട് എടുക്കരുത്. ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 3-5 മിനിറ്റ് തന്നെ തിരിച്ചും മറിച്ചിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ വടയുടെ റെഡി ആയിട്ടുണ്ട്. വൈകുന്നേരം ചായയുടെ കൂടെ മക്കൾക്കെല്ലാം നിങ്ങളിങ്ങനെ ഉണ്ടാക്കി കൊടുത്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കുക. നമുക്ക് ചിക്കനെ കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു വിഭവം തന്നെയായത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ, നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കുകയും കൂടി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.